ഹായ്, മൈ നെയിം ഇസ് റിസ. അപ്പോൾ ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേരിനോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് ചോദിച്ചു ഇടുക്കിയിലത്തെ. സോ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് JEC ക്യാമ്പസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമ്പസാണ് നമുക്കുള്ളത്. ഇപ്പോൾ അടിച്ചുപൊളി കാരണം ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും പിന്നെ ഇപ്പോൾ സീനിയേഴ്സിൻ്റെ ഫെയർവെല്, നമ്മുടെ ഫ്രഷേഴ്സ് എല്ലാം നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസ് ലൈഫ് നല്ലതായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മൊത്തത്തിൽ വരുന്നത് മെക്കാനിക്കൽ ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ IT CS, പിന്നെ EEC, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലം വന്ന റോബോട്ടിക്സ് ആൻഡ് AI എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടി ഉണ്ട്. അതിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയാം. ഫാക്കൽറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മീൻസ് എല്ലാവരും എനിക്കറിയില്ല, പക്ഷേ നമുക്കിപ്പോൾ റോബോട്ടിക്സിൽ പഠിപ്പിച്ചവരായിക്കോട്ടെ, പിന്നെ നമുക്ക് അറിയുന്ന കുറച്ച് ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യാറ്. മീൻസ് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീസാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ സീനിയേഴ്സ് റാഗിങ് ഉണ്ടോ, പ്രശ്നമാണോ, അങ്ങനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചത്തെ ആൾക്കാരെക്കാട്ടിലും കമ്പനി ഉള്ളത് സീനിയേഴ്സിനായിട്ടായിരിക്കും. സോ അത്രയും നല്ല സീനിയേഴ്സാണ് നമുക്ക് JEC ഉള്ളത്. നമ്മുടെ സ്റ്റഡീസിനായാലും ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടും നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന സീനിയേഴ്സാണ് നമുക്ക് JEC ഉള്ളത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ലാബ് കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലാബ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആവറേജ് തന്നെയാണ്. അല്ലാതെ അടിപൊളി അല്ലെങ്കിൽ സെറ്റ് ലാബ് അങ്ങനെയൊന്നും പറയാനില്ല, ഒരു ആവറേജ് ലാബാണ് നമുക്കുള്ളത്. പിന്നെ അടുത്തത് പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് അതും കാര്യമായിട്ട് ഭയങ്കര പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും നമ്മുടെ കോളേജിലില്ല. അപ്പോൾ നമ്മൾക്ക് സ്കില്ലുണ്ടെങ്കിൽ പ്ലേസ്ഡ് ആവാം, അത്രേ ഉള്ളൂ. അല്ലാതെ കോളേജ് പ്ലേസ്മെൻറ്റ് അത്ര അധികമില്ല. അപ്പോൾ അടുത്ത കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടോ, പിന്നെ യാത്രാ സൗകര്യം കുറവല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2025 സെപ്റ്റംബർ 15 അവിടെ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഇതുവരെ എൻ്റെ സിം ജിയോ ആണ്, ഇതുവരെ ഒരു റേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവർക്കും കാര്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തൊരു കാര്യം ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ നമുക്ക് ചെറുതോണി ടൗണിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതും വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചെറുതോണി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാൻ വേണ്ടി 1 മണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ ആലുവ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തേക്കും ഈസിലി നമുക്ക് എത്താം. പിന്നെ അതുപോലെ തന്നെ തൊടുപുഴക്കാണെങ്കിലും നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ, ചെറുതോണിക്ക് വരെ എത്തേണ്ട കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എന്തുണ്ട്, തൊടുപുഴക്ക് ബസ് കിട്ടും. അതും ഈ പറയുന്ന പോലെ അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഉണ്ട്. നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് ബോയ്സ് ഹോസ്റ്റലിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഗേൾസ് ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ 2 ഹോസ്റ്റലുകളാണ് ഗേൾസിന് വേണ്ടിയിട്ട് ഉള്ളത്. ഒന്ന് നിള ആൻഡ് ഒന്ന് കബനി. അപ്പോൾ നിള പഴയ ഹോസ്റ്റലും കബനി പുതിയ ഹോസ്റ്റലുമാണ്. അപ്പം ഞാൻ നിളയിലാണ്. ഇനി വരുന്ന ഫസ്റ്റ് ഇയേഴ്സ്, അതായത് 2026 വരുന്ന ഫസ്റ്റ് ഇയേഴ്സ് കബനിയിലായിരിക്കും. സോ നമുക്ക് ഹോസ്റ്റലും അതെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്റ്റലിൽ. പിന്നെ നമുക്ക് എന്ത് കൺസേണിങ് ആയിട്ടുള്ള ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാട്രനോടും വാർഡനോടും എല്ലാവരോടും പറയാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു റൂമിൽ 4 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓരോ വിങ്ങിലും നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ്സും ബാത്റൂംസും ഒക്കെ അവൈലബിൾ ആണ്. സോ നമുക്കൊരു ഹോസ്റ്റൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. പിന്നെ ഹോസ്റ്റലത്തെ ഫുഡ് അത്യാവശ്യം അതും നമുക്ക് വളരെ കഷ്ടമാണ്, തിന്നാനേ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിനും വയ്ക്കാത്തൊരു ഫുഡ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഫുഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരു കടകളിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാനാണ് ഞങ്ങൾ പതിവ്. പിന്നെ നമുക്ക് സാധനം ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ എല്ലാ ഡെലിവറി ആപ്സും നമുക്ക് ഉണ്ട്. പക്ഷെ സ്വിഗ്ഗി, സൊമാറ്റോ അതൊന്നുമില്ല. പിന്നെ നമുക്കുള്ളത് ജിയോ മാർട്ട് ഉണ്ട്. അതും ഒരു നിശ്ചിത സമയത്തേ വരുള്ളൂ, അല്ലാതെ എപ്പോഴും അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. സോ ഇതൊക്കെയാണ് നമുക്ക് ഹോസ്റ്റലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഹോസ്റ്റലിൽ നമുക്ക് 9:30 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അടയ്ക്കും. അതിനുശേഷം ആർക്കും വരാനോ പോകാനോ ഒന്നും പറ്റില്ല. പിന്നെ പ്രത്യേക ഒരു കാരണമുണ്ട്, വീട്ടുകാരൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതുണ്ട് എന്നൊക്കെ അറിഞ്ഞെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്നും അകത്തേക്കൊന്നും വരാൻ പറ്റില്ല. സോ പിന്നെ സേഫ്റ്റി നല്ല, ഇപ്പോൾ ഹോസ്റ്റലിലായാലും നമുക്ക് ക്യാമ്പസിലായാലും അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, സേഫ്റ്റിക്കൊന്നും ഇന്ന വരെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല. സോ ഇതൊക്കെയാണ് ഹോസ്റ്റലിനെ കുറിച്ച് പറയാനുള്ളത്.
പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്ത് എക്സാം എഴുതിയിട്ടാണ് കയറിയത്, കീമാണോ, കീമിന് എന്താ റാങ്ക്, നോർമലൈസ്ഡ് സ്കോർ എന്താണെന്നൊക്കെ. ഞാൻ കീം എഴുതി, അതിൽ ഒരു നോർമലൈസ്ഡ് സ്കോർ 303 ഉണ്ടായിരുന്നു, റാങ്ക് അറൗണ്ട് 16,000 സംതിങ് ആയിരുന്നു. പിന്നെ ഒരു സ്പോട്ട് അഡ്മിഷനിലാണ് ഞാൻ GCIയിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള ഓവറോൾ കോളേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കോളേജ് ഇഷ്ടമാണ്, നല്ല കോളേജാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയൊരു റെക്കമെൻഡബിൾ ആയിട്ടുള്ള കോളേജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് ഓപ്ഷനൊക്കെ ആയിട്ടാണ് ഇടുക്കി എല്ലാവരും വെക്കേണ്ടുള്ളൂ. GCIയിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നോക്കെ ബൈ.